ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്, ആദ്യത്തെ ടൈഗർ റിസർവ്, കോർബറ്റ് ടൈഗർ റിസർവ്. ഇവിടുത്തെ കടുവകളും പ്രശസ്തമായ ദിക്കാലയിലെ ആനക്കൂട്ടങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെ പൊലിപ്പിക്കുന്നത്. സഫാരിയിലെ ഒരു സമയം പോലും നമുക്ക് വെറുതെ ഇരിക്കേണ്ടി വരില്ല. കാടിൻ്റെ ഭംഗിയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒട്ടനവധി പക്ഷികളും. ജിം കോർബറ്റിലെ സഫാരി ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡിലെ കോർബറ്റ് ടൈഗർ റിസർവിലാണ് 8 പേരുടെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു പാക്കേജ് ആയിട്ട് വന്നിരിക്കുകയാണ് ഇവിടെ. ഇന്ത്യയിൽ ഇന്നുള്ള ടൈഗർ റിസർവിൽ കോർസോണിൽ താമസിച്ച് സഫാരി ചെയ്യാൻ പറ്റുന്ന ഏക ടൈഗർ റിസർവാണ് കോർബറ്റ് ടൈഗർ റിസർവ്. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഡോർമെട്രി താമസിച്ച് 6 സഫാരി എടുത്ത് നമ്മളൊരു പാക്കേജ് ചെയ്യുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഡോർമെട്രി ഇവിടെയല്ല, ഇവിടുന്ന് മാറിയിട്ടുള്ള ഗൈറാൾ എന്ന് പറയുന്നൊരു ഡോർമെട്രിയാണ്. അപ്പോൾ നമുക്ക് കോർബറ്റ് ടൈഗർ റിസർവിലെ ഫോറസ്റ്റിൻ്റെയും ഇവിടുത്തെ വൈൽഡ് ആനിമൽസിൻ്റെയും കാഴ്ചകളൊക്കെ കണ്ടാലോ. കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് രാംനഗറിലേക്കും ട്രെയിനിൽ യാത്ര ചെയ്ത് നമ്മൾ രാംനഗർ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം രാത്രിയായിരുന്നു. ഫസ്റ്റ് ഡേ നമ്മളവിടെ സ്റ്റേ ചെയ്തത് കോർബറ്റ് വൈൽഡ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. രാംനഗർ ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ മാറിയുള്ള ഈ റിസോർട്ടിൻ്റെ മുറ്റത്താണെങ്കിൽ ലിച്ചിയും മാങ്ങയൊക്കെ കായ്ച്ചു കിടക്കുന്ന സമയമാണ്. രാവിലെ മെയിൻ റോഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ കാഴ്ചകളാണ്. ഈ റോഡിൻ്റെ ഒരു സൈഡും ഈ റിസോർട്ടിൻ്റെ പുറകുവശവും ഒക്കെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ പെട്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാൽ തന്നെ ഒരുപാട് വൈൽഡ് ലൈഫ് നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റും. നമ്മുടെ മലബാർ പൈഡ് ഹോൺബില്ലിൻ്റെ സാമ്യമുള്ള ഇവർ ഓറിയൻ്റൽ പൈഡ് ഹോൺബില്ലാണ്. പാണ്ടൻ വേഴാമ്പലിൻ്റെ അത്ര തന്നെ വലിപ്പമില്ലാത്ത ഇവർ ഒരു ഗ്രൂപ്പായിട്ടാണ് നടക്കുന്നത്. അത്തി പഴുത്ത് നിൽക്കുന്നിടത്തു നിന്ന് അത്തിക്കായൊക്കെ കഴിക്കാനായിട്ട് രാവിലെ തന്നെ ഈ ഗ്രൂപ്പ് ഇവിടെ എത്തിയതാണ്. മെയിൻ റോഡിൻ്റെ സൈഡിൽ നിന്നാണ് ഈ വേഴാമ്പലിൻ്റെ വിഷ്വൽസൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കാട്ടിൽ എത്രത്തോളം ആനിമൽസും ബേഡ്സും ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് കാട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ മനസ്സിലായി. റോഡ് സൈഡിലുള്ള ഒരു മരത്തിലെ തേനീച്ചക്കൂടാണ്. ഒന്നല്ല കേട്ടോ, കുറേ അധികം തേനീച്ചക്കൂടുകളുണ്ടായിരുന്നു. ഈ തേനീച്ചക്കൂട്ടിൽ ചിലയിടത്തായിട്ട് തേനീച്ചകൾ അനങ്ങുന്നത് കാണാം. അത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. കൂടിൻ്റെ ലൊക്കേഷനും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലത്തിൻ്റെ ഏരിയയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ഈ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു തരം തത്തയാണ് റെഡ് ചെസ്റ്റഡ് പാരക്കീറ്റ്. ഒരു ഈച്ച വന്നപ്പോൾ ആശം പേടിച്ചു പോയി. റോഡിൻ്റെ സൈഡിൽ നിന്ന് ചായ കുടിച്ചപ്പോൾ വെറുതെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത വിഷ്വലാണിത്. പുള്ളിമാനുകൾ 2 എണ്ണം റോഡ് സൈഡിൽ കൂടെ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേഡ്സ് മാത്രമല്ല, ആനിമൽസും ഇവിടെ അടുത്ത് തന്നെ കിട്ടുമെന്നുള്ളത് ഉറപ്പായി. റിസോർട്ടിൽ നിന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് കോർബറ്റ് ടൈഗർ റിസർവിനകത്തുള്ള ഗൈറാൾ എന്ന് പറയുന്ന ഡോർമെട്രി സ്റ്റേയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡോർമെട്രിയിൽ 3 നൈറ്റ് സ്റ്റേയും 6 സഫാരിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു പാക്കേജാണ് നമ്മുടെ ഈ പ്രോഗ്രാം. കോർബറ്റിൽ ഒരു പാക്കേജായിട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. നരഭോജികളായ കടുവകളെ കൊല്ലുകയും പിന്നീട് അവയുടെ ഇമ്പോർട്ടൻസും പരിസ്ഥിതി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും മനസ്സിലാക്കി കാടിൻ്റെ സംരക്ഷകനായി മാറിയ ജിം എഡ്വേർഡ് ജെയിംസ് കോർബറ്റിൻ്റെ സ്മരണാർത്ഥമാണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കിന് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് പേര് നൽകിയിട്ടുള്ളത്. എൻട്രി ഗേറ്റിലെ ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കാട്ടിലേക്ക് കയറി. ഇവിടെ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ സ്റ്റേ എടുത്തിരിക്കുന്ന ഗൈറാൾ. അവിടെ നിന്നും 15 കിലോമീറ്ററും കൂടിയുണ്ട് ദിക്കാല എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഫോറസ്റ്റ് സോണിലേക്ക്. ദിക്കാലയിൽ സ്റ്റേ നോക്കിയിട്ട് കിട്ടാഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഗൈറാളിൽ സ്റ്റേ എടുത്തത്. അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ സ്റ്റേയിൽ അനുഭവപ്പെടുകയും ചെയ്തു. കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും പ്രശ്നം തന്നെയാണ് പ്രധാനമായിട്ടും. ഇവിടെ സോളാർ പവർ സപ്ലൈ മാത്രമേ ഉള്ളൂ. വെള്ളമാണെങ്കിൽ തൊട്ടടുത്തുകൂടി ഒഴുകുന്ന രാംഗംഗ റിവറിൽ നിന്നുള്ള വെള്ളമാണ്. മഴ പെയ്ത് വെള്ളം കലങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെള്ളവും കുറച്ച് കലക്കലുള്ളതായിരിക്കും. അങ്ങനെ പോകുന്ന വഴി ഫസ്റ്റ് വണ്ടി എന്തോ ഒരു കാഴ്ച കണ്ട് നിർത്തി. സംഭവം വേറൊന്നുമല്ല, ഒരു ചൂളക്കാക്കയാണ്. നമ്മുടെ മലബാർ വിസിലിംഗ് ത്രഷ് അല്ല, ഇത് ബ്ലൂ വിസിലിംഗ് ത്രഷ്. ബ്ലൂ വിസിലിംഗ് ത്രഷിനെയൊക്കെ കണ്ടിട്ട് മുന്നോട്ട് പോയപ്പോഴേ തൊട്ട് മുന്നിൽ തന്നെ ഒരു കൊമ്പനെ കിട്ടി. നല്ല അഴകൊത്ത നല്ലൊരു ഗംഭീര കൊമ്പൻ. വറ്റിക്കിടക്കുന്ന പുഴയിലെ കല്ലുകൾക്കിടയിൽ നിൽക്കുന്ന ഇളം പുല്ലൊക്കെ പറിച്ചകത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ആശാൻ. കുറേ നേരം ഞങ്ങളിവിടെ നോക്കി നിന്നു. ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന പോലെ തോന്നിയെങ്കിലും അവൻ നമ്മളെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരമെങ്കിലും അവൻ ശ്രദ്ധയോടെ നോക്കേണ്ടതാണ്. അപ്പോൾ അവനെയും കടന്ന് ഞങ്ങൾ നേരെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് വളരെയധികം എക്സ്പെൻസീവാണ്. ഒരു നേരത്തെ ഫുഡിന് 400-500 ഒക്കെയാണ് ചാർജ് വരുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളവും ഫുഡും ഒക്കെ നമ്മൾ മേടിച്ചുകൊണ്ട് പോയതുകൊണ്ട് 2-3 ദിവസം അഡ്ജസ്റ്റ് ചെയ്തങ്ങനെ കഴിഞ്ഞുകൂടി. ഈ ക്യാമ്പസിനകത്ത് നിന്നാൽ തന്നെ ഒരുപാട് ബേഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും ഒക്കെ സൈറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഈ മരത്തിൻ്റെ മേളിലൊക്കെ ഇഷ്ടംപോലെ ബേഡ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഇതിന് ചുറ്റും ഫെൻസിങ്ങിന് പുറത്തായിട്ട് കുറേ ആനിമൽസിനെയും കാണാൻ പറ്റും. ജിം കോർബറ്റ് ടൈഗർ റിസർവിനകത്തെ ബിൽഡിങ്സിനൊന്നും റിനോവേഷൻ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ ബിൽഡിംഗ് ഒക്കെ ഇതുപോലെ തന്നെ കിടക്കുന്നത്. 8 ബെഡിൻ്റെ ഡോർമെട്രിയാണ്.
അതിനകത്ത് അത്യാവശ്യം ബേസിക് സൗകര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഒരു ഇന്ത്യൻ ടോയ്ലറ്റും യൂറോപ്യൻ ടോയ്ലറ്റും 2 സെപ്പറേറ്റ് ബാത്റൂംസുമാണ് ഉള്ളത്. കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് തന്നെ ഗ്രേ ലംഗൂറുകളെ കാണാൻ കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലുള്ള ഗ്രേ ലംഗൂറുകൾ സൗത്ത് വെസ്റ്റേൺ ഗ്രേ ലംഗൂറാണ്. ഇവരാണെങ്കിൽ നോർത്ത് പ്ലെയിൻ ഗ്രേ ലംഗൂർ. മുഖത്തിൻ്റെ ഷേപ്പിലടക്കം നമുക്ക് പ്രകടമായ വ്യത്യാസമുണ്ട്. കോർബറ്റ് ടൈഗർ റിസർവിൻ്റെ ഉള്ളിൽ നമുക്ക് ചിരപരിചിതനായിട്ടുള്ള ഒരു മരമുണ്ട്. മരമെന്നോ ചെടിയെന്നോ ഒക്കെ വിളിക്കാം. വേറെ ആരുമല്ല, നമ്മുടെ കറിവേപ്പാണ്. ഇവിടുത്തെ അടിക്കാടിൽ ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് വളർന്നു നിൽക്കുന്നത് ഈ കറിവേപ്പാണ്. റോഡിൻ്റെ ഇരു സൈഡിലും നമുക്ക് നല്ല ഇളം പച്ച നിറത്തിൽ കാണുന്നത് കംപ്ലീറ്റ് കറിവേപ്പിലകളാണ്. ഇനി അങ്ങോട്ടുള്ള പല ആനിമൽസിൻ്റെ ബേഡ്സിൻ്റെ വിഷ്വൽസിനകത്തും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലും ഫോർഗ്രൗണ്ടിലും ഒക്കെ കറിവേപ്പ് കാണാനും പറ്റും. അങ്ങനെ ദിക്കാലയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു വിഷ്വൽ ബ്യൂട്ടിയുള്ള റൂട്ടാണിത്. വർഷങ്ങൾ പ്രായം ചെന്ന കരിമരുത് ഇരുവശത്തും തണൽ വിരിക്കുന്ന കാട്ടുവഴി. ആ കാട്ടുവഴിയിലൂടെ പോകുമ്പോൾ ഇതുപോലുള്ള ചെറിയ ആൾക്കാരെ കാണാൻ കേട്ടോ. യൂറേഷ്യൻ കോളർ ഡോ ആണ്. വണ്ടി വന്നൊന്നും മൈൻഡ് ചെയ്യാതെ റോഡിന് നടുക്കുന്ന് തന്നെ എന്തൊക്കെയോ കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേര്. ദിക്കാല സോണിൽ പ്രധാനമായിട്ടും സൈറ്റിങ്സ് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് രാംഗംഗ റിവറിനോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളാണ്. അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ആനക്കൂട്ടം റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികൾ വരുന്നത് കണ്ടിട്ട് അതിലൊരു ആനയാണെങ്കിൽ ജസ്റ്റ് ഒന്നവിടെ നിന്ന് ശരിക്ക് വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ഈ ആനയായിരിക്കാം ഇവരുടെ ഗ്രൂപ്പിൻ്റെ മാട്രിയാക്ക്. അങ്ങനെ ഒരു നോട്ടമൊക്കെ കഴിഞ്ഞിട്ട് റിവറിൻ്റെ നടുക്കോട്ട് ഇറങ്ങുന്ന തിരക്കിലാണ് എല്ലാവരും. കൂട്ടത്തിലുള്ള കുട്ടിയാനയാണെങ്കിൽ വളരെ ശ്രദ്ധയോടെയാണ് ഇവർ പുഴ കടത്തുന്നത്. ഒഴുക്കിൻ്റെ താഴെവശത്ത് നിന്നിട്ട് കുട്ടിയാനയെ നടത്തി കൂടെ നടന്നാണ് വലിയ ആനകളും ക്രോസ് ചെയ്യുന്നത്. ഒരു ചെറിയ കുട്ടിക്കൊമ്പനും ഇവരുടെ കൂട്ടത്തിലുണ്ട്. സൗത്ത് ഇന്ത്യൻ കാടുകളിൽ കാണുന്ന ആനകളെക്കാളിലും കുറച്ചുകൂടെ വലിപ്പം ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൊമ്പനും പിടിക്കും ഒക്കെ ഈ വലിപ്പക്കൂടുതൽ തോന്നുന്നുമുണ്ട്. അവരങ്ങനെ പുഴയെല്ലാം ക്രോസ് ചെയ്തിട്ട് നേരെ സൈഡിലെ പുൽമേട്ടിലേക്ക് കയറുകയാണ്. ഈ ഒരു സീസൺ ആകുമ്പോൾ നേപ്പാളിൽ നിന്ന് വരെ ജിം കോർബറ്റിലേക്ക് ആനകൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. മഴക്കാലം ആയി കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ കാണുന്ന പുൽമേട് കംപ്ലീറ്റ് വെള്ളത്തിൽ മൂടും. ആ സമയമാകുമ്പോഴത്തേക്ക് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആനകളൊക്കെ അവരെവിടെ നിന്നാണോ വരുന്നത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോകും. വീണ്ടും ഇത് അടുത്ത വർഷം തുടരുകയും ചെയ്യും. ജൂൺ പകുതിയോടെ മഴ തുടങ്ങിക്കഴിയുമ്പോൾ ക്ലോസ് ചെയ്യുന്ന ഈ ടൈഗർ റിസർവ് 5 മാസത്തിന് ശേഷം നവംബറിലാണ് പിന്നെ ഓപ്പൺ ചെയ്യുന്നത്. നവംബറിൽ ഓപ്പൺ ചെയ്താലും ഈ ഭാഗത്തെ വെള്ളമൊക്കെ ഇറങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഫെബ്രുവരി മാർച്ചൊക്കെ ആകും. അപ്പോൾ ഒരു 3 മാസം മാത്രമാണ് ഏകദേശം നമുക്ക് ഇതുപോലുള്ള കാഴ്ചകൾ ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. അപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ജിം കോർബറ്റിലേക്ക് പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി തന്നെ ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റുകളൊന്നും കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. രാംനഗറിലുള്ള സഫാരി കോർഡിനേറ്റേഴ്സ് കുറേ പേര് ഇവിടെ ടിക്കറ്റ്സ് എടുത്തു കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ വേണമെങ്കിലും നമുക്കിവിടെ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. അങ്ങനെ കരയ്ക്ക് കയറിയ ആനക്കൂട്ടം അവിടെ നിന്ന് പുല്ലുതീറ്റ തുടങ്ങി. നമ്മളപ്പോൾ അവരെയും പിന്നിട്ട് വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ്. രാംഗംഗ റിവർ പല സ്ഥലത്തും ക്രോസ് ചെയ്താണ് നമ്മളുടെ സഫാരി റൂട്ടുള്ളത്. അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്കും സഫാരി ബ്ലോക്ക് ചെയ്യും. അങ്ങനെ റിവർ ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ചെല്ലുന്നത് ഞാവൽ മരങ്ങളുടെ ഒരു കാട്ടിലേക്കാണ്. നല്ല ഇളം പച്ച നിറവാർന്ന ഇലകളുള്ള ഞാവൽ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു കാട്. ദിക്കാല സോണിന് ചുറ്റുമുള്ള ഭാഗം 3 പെൺകടുവകളുടെ ടെറിട്ടറി ഉള്ളതാണ്. ഗ്രാസ്ലാൻഡ് വാലി, പാഹർ വാലി, പേട് വാലി. ഇതിൽ പാഹർ വാലിയും പേട് വാലിയും സഹോദരിമാരാണ്. പാഹർ വാലിക്ക് ഇപ്പം 2 മക്കളുമുണ്ട്. ഞാവൽക്കാട് കഴിഞ്ഞിട്ട് ഒരു പുൽമേടിൻ്റെ സൈഡിലേക്ക് എത്തിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാംഗംഗ റിവർ നമ്മൾ ക്രോസ് ചെയ്ത് മറുകരയിലെത്തി. ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് വലിയൊരു പച്ച ക്യാൻവാസിൽ വരച്ചിരിക്കുന്ന ആനകളുടെ ചിത്രമാണ്. എണ്ണിയ തീരാത്തത്ര ആനകളുള്ള വലിയ വലിയ കൂട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. ആകെ 6 സഫാരി എടുത്തതിൽ പലപ്പോഴായിട്ട് എന്തായാലും 100-ലധികം ആനകളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കോർബറ്റ് ടൈഗർ റിസർവിൽ ദിക്കാല സോണിൽ മാത്രമാണ് ഇത്രയും വലിയ ഗ്രാസ് ലാൻഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആനകളെ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനും. അങ്ങനെ ആനക്കൂട്ടത്തെയൊക്കെ കണ്ട് തിരിച്ചു പോകുമ്പോൾ കണ്ട ഒരു കാഴ്ച ഇതാണ്. പെട്ടെന്ന് കണ്ടാൽ നമ്മുടെ നാട്ടിലെ ഏതൊരു പൂവൻകോഴിയാണെന്ന് തോന്നും. പക്ഷേ ഇവനാണ് റെഡ് ജംഗിൾ ഫോൾ. ശരീരം മുഴുവൻ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള കളറുകളുള്ള ഒരു സുന്ദരം പൂവൻകോഴി. ഇവരുടെ കരച്ചിലും നമ്മുടെ നാടൻ കോഴിയെ പോലെ തന്നെയാണ്. കൂവുന്നതും കൊക്കുന്നതും ഒക്കെ അതുപോലെ തന്നെ. ശരിക്കും ഇവരെയൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്താണ് നമ്മൾ നാടൻ കോഴിയെ വികസിപ്പിച്ചെടുത്തത്. പൊന്മാൻ നമുക്കൊരു കോമൺ ബേർഡ് ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ ഫോറസ്റ്റുകളിൽ പോയി കഴിയുമ്പോൾ ഒരു റെയർ ബേർഡാണ്. പിന്നെതാ അടുത്തയാൾ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ ഒരു മെയിൽ. നല്ല അഴകൊത്ത ഒരു ആൺ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ.
ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ളത് ഇവർ രണ്ടുപേരും മരത്തിൻ്റെ മേളിലിരിപ്പുണ്ട്. പൈഡ് കിങ് ഫിഷറാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സഫാരി കഴിഞ്ഞ് ഏകദേശം തിരിച്ചു പോകുന്ന സമയമാണ്. തിരിച്ചു പോകുന്ന റൂട്ടിൽ നമുക്ക് എന്തെങ്കിലും കാഴ്ചകളൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. അപ്പോഴാണ് നമ്മുടെ മുന്നിൽ ഒരു 3 പേര് പ്രത്യക്ഷപ്പെട്ടത്. ഗോൾഡൻ ജാക്കലാണ്, കുറുനരി. ഞങ്ങളുടെ വണ്ടി കണ്ടിട്ട് 3 പേരും ഒന്ന് നിന്നെങ്കിലും ഏറ്റവും മുന്നിൽ വന്നയാൾക്ക് കുറച്ച് ധൈര്യം കൂടുതലുള്ളതുകൊണ്ട് മുന്നോട്ട് തന്നെ വരികയാണ്. മിക്കവാറും റോഡിൽ കിടക്കുന്ന വെള്ളം കുടിക്കാനുള്ള വരവായിരുന്നു എന്നാണ് തോന്നുന്നത്. പക്ഷേ അവിടെ അടുത്ത് വരെ വന്നു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പം അവർ രണ്ടുപേരും തിരിച്ചു പോകുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല, കുറച്ച് നേരം സംശയിച്ച് നിന്നിട്ട് തിരിഞ്ഞു നോക്കുകയൊക്കെ ചെയ്തിട്ട് ഇവനും തിരിച്ച് അവരുടെ ഡയറക്ഷനിലേക്ക് തന്നെ നടന്നുപോയി. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നു പോയിട്ട് 3 പേരും കാട്ടിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ കാടുകളെക്കാളിലും ബാർക്കിംഗ് ഡിയർ ഇവിടെ വളരെ കൂടുതലാണ്. മാത്രമല്ല അവർക്ക് നമ്മുടെ ഇവിടുത്തെ പോലെ അധികം പേടിയൊന്നുമില്ല. വണ്ടികൾ കണ്ട് ശീലിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ. തിരിച്ച് നമ്മൾ സ്റ്റേയിൽ വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ സഫാരിക്ക് പോകാനുള്ള തുടക്കമാണ്. സമയം ഏകദേശം 5:30ആണ്. പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല, കാര്യം അത്രത്തോളം ലൈറ്റ് ഇവിടെ ഉണ്ട്. ഏകദേശം ഒരു 4:45 ആകുമ്പോൾ തന്നെ ഇവിടെ സൺലൈറ്റ് വന്നു തുടങ്ങും. ഈ സമയമായപ്പോഴത്തേക്കും സൈഡിലുള്ള മരങ്ങളിലൊക്കെ ബേഡ്സിൻ്റെയൊക്കെ ആക്ടിവിറ്റി നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇവിടുന്ന് ദിക്കാലയിലേക്ക് എത്താൻ ഏകദേശം ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. 15 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. പക്ഷേ അത് കാട്ടിൻ്റെ ഉള്ളിലൂടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സൈറ്റിങ്സും പ്രതീക്ഷിക്കാം. അങ്ങനെ പോകുമ്പോഴാണ് ഈ സുന്ദരനെ കാണുന്നത്. ഖാലിജ് ഫെസറ്റ്, ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സംസ്ഥാന പക്ഷി. ഇവർ ജംഗിൾ ഫോളുകളെ പോലല്ല, കുറച്ചുകൂടെ ധൈര്യശാലികളാണ്. പെട്ടെന്നൊന്നും ഓടിപ്പോകുന്നില്ല. ഇതൊരു ബേഡിൻ്റെ കൂടാണ്. കുറച്ച് നേരം കാത്തിരുന്നപ്പോൾ ആൾ വന്നു. പാരഡൈസ് ഫ്ലൈ ക്യാച്ചറാണ്. നെസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പുല്ലൊക്കെ കൊണ്ടുവന്ന് കൂടൊരുക്കുന്ന തിരക്കിലാണ്. ഇത് ഫീമെയിലാണ് ഈ കളർ. മുമ്പേ നമ്മൾ കണ്ടത് മെയിൽ ബേഡിനെയാണ്, വൈറ്റ് കളർ. ഓരോ പുൽനാമ്പും കൊണ്ടുവച്ചിട്ട് ഇരുന്ന് അത് റെഡിയാക്കിയിട്ടാണ് എഴുന്നേറ്റ് പോയി അടുത്ത് എടുക്കുന്നത്. രാവിലെ തണുപ്പത്ത് മരത്തിലിരുന്ന് ചെറിയ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. സെർപ്പൻറ്റീകളാണ്. ഉറക്കമാണെങ്കിലും താഴെക്കൂടെ അവൻ്റെ ഇരവെല്ലാം പോയാൽ അവൻ ആക്റ്റീവ് ആവും. ആദ്യം കണ്ട ആനയെപ്പോലെ തന്നെ തോട്ടിലെ പുല്ലൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പുള്ളിമാനുകൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവരെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെയും കണ്ടു കാലിജ് ഫെസൻറ്റിനെ. മുഖത്തുള്ള കടും ചുവപ്പും തലയിലുള്ള വെള്ള തൂവലുമൊക്കെയാണ് ഇവൻ്റെ ഭംഗി. അത്യാവശ്യം നന്നായിട്ട് പറക്കാനുള്ള കഴിവുമുണ്ട് ഇവർക്ക്. റോഡിൻ്റെ സൈഡിലൊക്കെ തന്നെയാണ് കൂടുതൽ സമയം ഇവരെ കണ്ടു കിട്ടാറ്. കൂട്ടത്തിൽ ഒരു പെടയ കൂടിയുണ്ട്. പെടയ്ക്ക് ഒരു ബ്രൗൺ കളറാണ്. ഇതാണ് പെട. കണ്ണിൻ്റെ ചുറ്റിനും ചെറിയൊരു ഭാഗത്ത് മാത്രമാണ് ചുവപ്പുള്ളത്. ബാക്കി ശരീരം മുഴുവൻ ബ്രൗൺ കളറാണ്. ഇപ്പം കണ്ടതിൽ 2 പൂവന്മാരുണ്ടായിരുന്നു. അതിലൊരുത്തിൻ്റെ കാലിന് എന്തോ ചെറിയ പരുക്കുണ്ട്. അവൻ ഞൊണ്ടിയാണ് നടക്കുന്നത്. പക്ഷേ ഇവന്മാർക്ക് പറക്കാൻ കഴിവുള്ളതുകൊണ്ട് പെട്ടെന്നൊന്നും ഇരപിടിയന്മാരൊന്നും വന്ന് അങ്ങനെ അറ്റാക്ക് ചെയ്യാറില്ല. നമ്മൾ ദിക്കാലയുടെ അടുത്തെത്തിയപ്പോഴത്തേക്ക് ടൈഗർ സൈറ്റിംഗ് ഉണ്ടെന്ന് ഓപ്പോസിറ്റ് വന്ന ഒരു വണ്ടിക്കാരൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ടൈഗർ സൈറ്റിംഗ് കിട്ടിയ സ്ഥലത്തേക്ക് നേരിട്ട് പോവുകയാണ്. രാംഗംഗ റിവർ ക്രോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിലാണ് ടൈഗർ സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. മുമ്പ് പറഞ്ഞ പാഹർവാലി എന്ന് പറയുന്ന ടൈഗറിൻ്റെ കപ്സിൽ ഒരെണ്ണമാണ്. സെമി അഡൽട്ടാണ്, എങ്കിലും അത്യാവശ്യം നല്ല സൈസൊക്കെ ആയിട്ടുണ്ട്. പാഹർവാലിക്ക് 2 കപ്സ് ഉള്ളതിൽ മെയിൽ കപ്പാണിത്. അതിൽ രണ്ടാമത്തെ കപ്പ് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നടന്നു പോയത് സ്ക്രീനിൽ അത് നടന്നു പോകുന്നതാണ്. ശരിക്കും ഇത് ഷൂട്ട് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്ത സമയത്ത് വലിയ സ്ക്രീനിൽ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു ടൈഗർ അതിൽ പാസ് ചെയ്ത കാര്യം തന്നെ മനസ്സിലായത്. അപ്പോൾ ഒരു ടൈഗർ അങ്ങോട്ട് പോയ സ്ഥിതിക്ക് അധികം താമസിയാതെ തന്നെ ഇവനും എഴുന്നേറ്റ് അതിൻ്റെ പുറകെ പോകാനുള്ള സാധ്യതയുണ്ട്. അധികം താമസമില്ലാതെ തന്നെ ടൈഗർ എഴുന്നേറ്റ് നേരെ അകത്തേക്ക് കയറുകയാണ്. ആദ്യം പോയ ടൈഗറിൻ്റെ പുറകെ തന്നെയാണ് ഇവനും പോകുന്നത്. ടൈഗർ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് പോകാതെ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് കിടന്നു. അപ്പോൾ ബോണസായിട്ട് നമുക്ക് കുറേ ബേഡ്സിനെയൊക്കെ കൂടെ കിട്ടും. ചെസ്റ്റ്നട്ട് ഹെഡർ സ്റ്റാർലിങ്, ബുൾബുള്, പിന്നെ വേലിത്തത്തകൾ, ഇവരെല്ലാം ഈ കാടിൽ നല്ല ആക്റ്റീവാണ്. ഏഷ്യൻ ഗ്രീൻ ബീറ്ററാണ്. ഇവൻ പറന്ന് പിടിച്ച് ഈ കമ്പിൽ വന്ന് കുറേ നേരമായിട്ട് ഇരിപ്പുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അകത്തേക്ക് കയറിപ്പോയ കടുവ പുറത്തിറങ്ങി വന്നിട്ട് വീണ്ടും ആ സൈഡിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ വണ്ടികളും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. കടുവ മാത്രമല്ല കേട്ടോ, അവിടെ നിന്ന് അധികം ദൂരമല്ലാതെ ആനക്കൂട്ടവും മാനുകളും എല്ലാം നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ രാജാവ് കടുവയായതുകൊണ്ട് ഇവൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചാണ് ബാക്കി എല്ലാവരുടെയും മൂവ്മെൻറ്റ്സ്. കുറേ നേരം അവിടെ കിടന്നിട്ട് നമ്മളെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും നടപ്പ് തുടങ്ങി. ഇത്തവണ നടക്കുന്നത് പുഴയിലേക്കാണ്. പുഴയിലേക്ക് ഇറങ്ങി ക്രോസ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് ക്രോസ് ചെയ്ത് കയറുന്ന ഒരു വഴി തന്നെയുണ്ട്.
അപ്പോൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരുമെന്നുള്ള കാൽക്കുലേഷനിൽ എല്ലാ വണ്ടികളും നേരെ അവിടെ പോയിട്ട് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അവിടെ വെയിറ്റ് ചെയ്തപ്പോഴും ഇടയ്ക്കൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ടും കടുവ കയറി വന്നില്ല. പക്ഷേ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയവും നമുക്ക് ഇഷ്ടം പോലെ സൈറ്റിങ്സ് കിട്ടും. കാര്യം വണ്ടി ഓടാതിരിക്കുമ്പോഴാണ് ബേഡ്സിൻ്റെയൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ കൂടുതൽ സൗകര്യം. അത് മാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആനക്കൂട്ടവുമുണ്ട്. കടുവ പുഴയുടെ അങ്ങേക്കരയിലായിരുന്നെങ്കിൽ ആന നിൽക്കുന്നത് നമ്മുടെ നേരെ പുറകുവശത്ത് തന്നെയാണ്. അധികം ദൂരത്തൊന്നുമല്ല, ഒരു 50 മീറ്ററിനുള്ളിൽ. അമ്മയും മക്കളും ഒക്കെയുള്ള ഒരു ചെറിയ കൂട്ടമാണ്. 8-9 ആനകളാണ് ഈ കൂട്ടത്തിലുള്ളത്. അതിൽ 3-4 ചെറിയ സൈസുമാണ്. ഇവർ 2 പേരാണ് അതിൽ പ്രധാനികൾ, ഏറ്റവും വലിപ്പമുള്ള ആനകൾ. പച്ചപ്പുല്ല് നല്ല ഇളം പുല്ലായതുകൊണ്ട് അവിടെ നിന്ന് പറിച്ച് കാര്യമായിട്ട് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കടുവ കിടന്ന സൈഡിലാണെങ്കിൽ വലിയൊരു ആനക്കൂട്ടം കുറച്ച് മാറിയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു വലിയ കൂട്ടം പുള്ളിമാനുകളുണ്ട്. ഒരു മരത്തിൻ്റെ ചുവട്ടിലാണെങ്കിൽ അനങ്ങാതെ നിലയുറപ്പിച്ചിരിക്കുന്ന 2-3 ആനകളുമുണ്ട്. ഇതൊന്നും പോരാഞ്ഞ് ഫോറസ്റ്റുകാർ റോന്ത് ചുറ്റുന്ന ഒരു കുങ്കി ആനയുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും മൂവ്മെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ കടുവയുടെ മൂവ്മെൻറ്റ്സിനെ അനുസരിച്ചിരിക്കും. ഈ കൂട്ടത്തിൽ ഇപ്പോൾ ഓടിപ്പോകുന്ന 2 ഹോഗ് ഡിയറാണ്. ജിം കോർബറ്റിലും കാശിരംഗയിലും ഒക്കെ മാത്രമായിട്ട് കണ്ടുവരുന്ന ഇവർ വളരെ എണ്ണത്തിൽ കുറവുമാണ്. പുള്ളിമാനുകളെ പോലെ ശരീരത്തിൽ ചെറിയ കുത്തുകളും പ്രകടമാണ്. കുങ്കിയാന അടുത്ത് വരുന്നതോടെ ഇവർ സ്പീഡ് കൂട്ടി ഓടാൻ തുടങ്ങി. ആ വെള്ളമാൻ നമുക്കിപ്പം കൃത്യമായിട്ട് കാണാൻ പറ്റും. അവൻ ആ കൂട്ടത്തിൽ എടുത്തറിയുന്നുമുണ്ട്. ഇവരെല്ലാവരും ഓടിച്ചെല്ലുന്നതാണെങ്കിൽ ടൈഗർ കിടന്ന ഭാഗത്തേക്ക് തന്നെയാണ്. ടൈഗറിൻ്റെ പ്രസൻസ് മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു ഇവരുടെ ഓട്ടത്തിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞിട്ട് 1-2 പേര് ഇങ്ങേ അറ്റത്ത് വന്നിട്ട് അലാം കോളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പോണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിൽ കുറേ എണ്ണം അവിടെ തന്നെ നിൽക്കുകയാണ്. കാട്ടാനകളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് നടന്നു പോകുന്നത് സേഫ് അല്ലാത്തതുകൊണ്ടാണ് ഇവർ ആനപ്പുറത്ത് ഇങ്ങനെ റോന്ത് കിട്ടുന്നത്. അങ്ങനെ കടുവയുടെ പ്രസൻസ് മനസ്സിലാക്കിയിട്ട് പോയ മാനുകളെല്ലാം അതുപോലെ തന്നെ തിരിച്ചു വരികയാണ്. കുങ്കിയാനയുമായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് കിട്ടിയ സമയത്ത് അവരെല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ പുറകിൽ നിന്ന ആനക്കൂട്ടം വീണ്ടും കുറച്ച് തെളിഞ്ഞ സ്ഥലത്തേക്ക് വന്നു. അവർ പുല്ല് തിന്ന് നമ്മുടെ വളരെ തൊട്ടടുത്ത് തന്നെ എത്തി. ഈ കൂട്ടത്തിലുള്ള കുട്ടിയാനകൾ പുല്ല് തിന്നുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഇവന്മാർ വലിയവരുടെ ഇടയ്ക്കൊന്നും മാറാറേയില്ല. അങ്ങനെ കുറേ നേരം ശ്രമിച്ചിട്ടാണ് ഇവൻ ഒരുത്തൻ കുറച്ച് മാറി നിന്ന് പുല്ല് തിന്നുന്നത് നമുക്ക് എടുക്കാൻ പറ്റിയത്. കുട്ടികളായിരിക്കുമ്പോൾ കുറുമ്പ് കൂടുതലായതുകൊണ്ട് എപ്പോഴും വലിയ ആനകൾ ഇതുപോലെ കൂടെ നിന്ന് സംരക്ഷിച്ചാണ് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ നമ്മുടെ മോർണിംഗ് സഫാരിയുടെ സമയം ഏകദേശം തീരാനായി. ഇവിടെ നിന്ന് ഇനി നേരെ ദിക്കാലയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തോടിൻ്റെ സൈഡിൽ വീണ്ടും നമ്മൾ കുറുനരിയെ കണ്ടു. തോട്ടിൽ നിന്ന് ഞണ്ടും മീനും ഒക്കെ പിടിക്കാൻ വേണ്ടിയായിരിക്കും ഇവർ തോടിൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുന്നത്. കിട്ടിയ അവസരത്തിൽ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് പൈഡ് കിങ്ഫിഷറും കല്ലിൻ്റെ പുറത്ത് കയറി ഇരിപ്പുണ്ട്. മോർണിംഗ് സഫാരി കഴിഞ്ഞിട്ട് ഈവനിങ് സഫാരി തുടങ്ങുന്നത് വരെയുള്ള സമയം നമ്മൾ ഈ ദിക്കാലയിലെ ക്യാമ്പസിൻ്റെ ഉള്ളിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാൻ 2 ഓപ്ഷനാണുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഒരു 3 സ്റ്റാർ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഡ്രൈവേഴ്സിൻ്റെ ക്യാൻറ്റീനാണ്. മാഗി നൂഡിൽസും ബ്രെഡ് ഓംലേറ്റും ചായയും ഒക്കെ ഇവിടെ ചെറിയ വിലയ്ക്ക് കിട്ടുന്നതാണ്. ഈ ക്യാമ്പസിൻ്റെ അകത്ത് റേഞ്ച് കിട്ടുന്നത് ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ അരുണും പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആളുകളും ഒക്കെ റേഞ്ച് പിടിച്ച് സംസാരിക്കാനുള്ള ശ്രമത്തിലാണ്. ജിയോയ്ക്കും എയർടെലിനും മാത്രമേ ഇവിടെ റേഞ്ച് കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ട്രിപ്പിൽ 3 ദിവസം റേഞ്ച് ഇല്ലാതെയാണ് ശരിക്കും ജീവിച്ചത്. ദിക്കാലയിലെ പുൽമേട്ടിൽ മാനുകളും ആനകളും അടക്കം ഇഷ്ടം പോലെ ആനിമൽസിനെയാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. അങ്ങ് ഈ ഭാഗത്തായിട്ടാണ് ആനയുള്ളത്. ഇവിടാണ് ആനയുള്ളത്. അതാണ് ഈ പോകുന്നത്. ഇതാണ് ദിക്കാലയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. പക്ഷേ ഒരു 10-28 വരെ എണ്ണി ആനകൾ. കുഞ്ഞുങ്ങളെ ശരിക്കും കാണാൻ പറ്റാത്തതുകൊണ്ട് 28 എന്തായാലും ഉണ്ട്. സ്ലോ മോഷൻ ഈ പൊടിയൊക്കെ വാരി എറിഞ്ഞ് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുന്ന ആനയെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട. ഇത് ശരിക്കും കാട്ടാനയല്ല, കുങ്കിയാനയാണ്. ഇവിടുത്തെ ഫോറസ്റ്റിന് 5-6 കുങ്കിയാനകളുണ്ട്. കൂടുതലായിട്ടും ഫോറസ്റ്റിൽ അവർക്ക് ബീറ്റിന് വേണ്ടിയിട്ടാണ് അവർ ആനകളെ ഉപയോഗിക്കുന്നത്. മുമ്പേ നമ്മൾ കണ്ടതുപോലെ ആനപ്പുറത്താണ് ഇവർ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഫോറസ്റ്റിൽ ബീറ്റിന് പോകുന്നത്. ഈ ആനയുടെ കാല് ശ്രദ്ധിച്ചാൽ അറിയാം, മുൻകാലിൽ ചങ്ങലയിട്ടിട്ടുണ്ട്. കുങ്കിയാനകളെ എപ്പോഴും ഒരു സെമി വൈൽഡ് നേച്ചറിലാണ് വളർത്തുന്നത്. അവരെ പുഴയിലും കാട്ടിലും ഒക്കെ അഴിച്ചു വിടാറുമുണ്ട്. അങ്ങനെ പോയി വെള്ളം കുടിക്കുന്നവരാണ് ഇവർ 2 പേരും. പുഴയുടെ സൈഡിലെ തിട്ടയിൽ ഒരു ജാക്കൽ ഇരിപ്പുണ്ട്. ഒന്നല്ല 2 പേരുണ്ട്. ഇവന്മാർ 2 കൂടി പുഴ ക്രോസ് ചെയ്യാനുള്ള ഭാവത്തിലാണ്.
ഒരുത്തൻ മെല്ലെ വെള്ളത്തിലിറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മറ്റവനും പുറകെ കൂടി. അങ്ങനെ പുഴ നീന്തി ഇവർ ഇക്കരെ കയറി. അത്യാവശ്യം ഒഴുക്കുള്ളിടത്ത് നീന്തുന്നത് കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു ഇവന്മാർ രണ്ടും താഴെ പോയി കയറുള്ളൂ. പക്ഷെ നീന്തി ആ ഭാഗത്ത് തന്നെ അവന്മാർ വന്ന് കയറിയിട്ട് ഇങ്ങോട്ടേക്ക് മാക്സിമം ക്ലോസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന പുള്ളിമാൻ്റെ ഒരു കൂട്ടമുണ്ട്. അവർ ഇവരെ കണ്ടിട്ട് അലാം കോളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവർ മാനുകളെ പിടിക്കാനുള്ള ലക്ഷ്യമൊന്നുമല്ല. സൈഡിലൂടെ നടന്ന് വേറെ സ്ഥലത്തേക്കാണ് ഇവന്മാർ പോകുന്നത്. മാനുകളാണെങ്കിൽ ശത്രുവിനെ കണ്ട ഒരു ഭാവത്തിൽ ഒരേ സ്ഥലത്തേക്ക് തന്നെ നോക്കി ചെറുതായിട്ട് അലാം കോളൊക്കെ കൊടുത്ത് ഇങ്ങനെ അറ്റൻഷനായിട്ട് നിൽക്കുകയാണ്. മുമ്പേ പറഞ്ഞ പോലെ വണ്ടിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ എവിടെയെങ്കിലും നിന്ന് തന്നെയാണ് ബേഡിങ്ങിന് ഏറ്റവും നല്ലത്. അങ്ങനെ നിന്നപ്പോഴാണ് ഈ ഡോളർ ബേഡിനെ കിട്ടിയത്. നമ്മുടെ പെറ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്ന ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു ചെറിയ പക്ഷി. ഈ മരത്തിലിരുന്ന് ശബ്ദം ഉണ്ടാക്കി കരയുന്നത് വേറെ ആരുമല്ല, ബ്ലാക്ക് ഫ്രാങ്കോളിനാണ്. ഹരിയാനയുടെ സ്റ്റേറ്റ് ബേഡാണ് ബ്ലാക്ക് ഫ്രാങ്കോളി. അങ്ങനെ കുറച്ച് സമയത്തെ ബേഡ് വാച്ചിങ്ങും ലഞ്ചും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ആഫ്റ്റർനൂൺ സഫാരിക്ക് കയറുകയാണ്. നമ്മൾ രാവിലെ കടുവയെ കണ്ട സ്ഥലത്ത് ഒരു ആനയുടെ കൂട്ടം തന്നെ വന്നിട്ടുണ്ട്. അതിലൊരെണ്ണം നമ്മുടെ വണ്ടിക്ക് നേരെയൊക്കെ ചെറുതായിട്ടൊന്ന് ചാർജ് ചെയ്യാനുള്ള തുടക്കമൊക്കെ കാണിക്കുന്നുമുണ്ട്. അവിടെ വരുന്ന വണ്ടിയെല്ലാം അവൾ പേടിപ്പിച്ച് ഓടിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് കൊമ്പനെ അടുത്ത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മുന്നോട്ട് പോയപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കൊമ്പൻ. അവനും കുറച്ച് അഗ്രസീവായിട്ടാണ് നിൽക്കുന്നത്. വണ്ടികൾ വരുന്നത് അവിടെ നിർത്തുന്നതൊന്നും അവനും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് വണ്ടിയൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അവൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നീളമുള്ള കൊമ്പുള്ള നല്ല അഴകൊത്ത ഒരു കൊമ്പനാണ്. നമ്മൾ കുറച്ച് ദൂരെ നിന്ന് അവനെ കണ്ടു നിന്നിട്ട് അവൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് അവനെ ശല്യം ചെയ്യാതെ മുന്നോട്ട് തന്നെ പോയി. ചെറുതായിട്ട് അലാം കോളൊക്കെ കിട്ടുന്നതുകൊണ്ട് പോകുന്ന വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ഈ റോഡൊക്കെ ടൈഗറിൻ്റെ ടെറിട്ടറി പെടുന്ന സ്ഥലം തന്നെയാണ്. സെർപ്പൻ്റ് ഈഗിളിനെ വളരെ അടുത്ത് സൈറ്റിങ് കിട്ടിയതാണ്. കണ്ണിൻ്റെ ചുറ്റുമുള്ള മഞ്ഞ കളറൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ. നമ്മൾ ഉച്ചയ്ക്ക് ദിക്കാലയുടെ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആനക്കൂട്ടം ഇപ്പുറത്ത് സൈഡിൽ റിവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളപ്പം റിവറൊക്കെ ക്രോസ് ചെയ്ത് ഇങ്ങേ സൈഡിൽ വന്നിട്ട് ആനക്കൂട്ടത്തിൻ്റെ വളരെ അടുത്താണുള്ളത്. 30 എണ്ണത്തിനടുത്തുള്ള വലിയൊരു കൂട്ടമാണ്. ആനക്കൂട്ടത്തിൽ കുട്ടിയാനകളുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് നല്ല വിസിബിലിറ്റിയുള്ള ഇതുപോലുള്ള പുൽമേട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ എത്ര നേരം കണ്ടിരുന്നാലും മതിയാവത്തില്ല. അവന്മാർ അമ്മയുടെ അടുത്തു നിന്നും മാറിക്കഴിഞ്ഞാൽ പിന്നെ കുസൃതി കുടുക്കുകളാണ്. ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. ഇവരുടെ കൂട്ടത്തിൽ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കൊമ്പനേ ഉള്ളൂ. അവൻ ഇവരുടെ ഫാമിലി പെട്ടതാകാനുള്ള സാധ്യതയില്ല. മേറ്റിംഗ് സീസൺ ആകുമ്പോൾ ഇങ്ങനെയുള്ള കൊമ്പന്മാർ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ കൂടിയാണ് നടക്കുന്നത്. മിക്കവാറും അങ്ങനെയാകാനാണ് സാധ്യത. ഏകദേശം ഒരു 13-14 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് കൂട്ടത്തിലുള്ള കൊമ്പന്മാരെ ഈ ആനകൾ കൂട്ടത്തിൽ നിന്ന് മാറ്റും. അവന്മാർക്കാണെങ്കിൽ ബ്ലഡ് റിലേഷനിലുള്ള ഒരു ഫീമെയിൽ ആനകളുമായിട്ട് ഇണചേരാനും ഉള്ള അവസരമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർ തന്നെ അവരെ ഓടിച്ചു വിടുകയും ചെയ്യും. അങ്ങനെ ആനകളെല്ലാം വെള്ളത്തിലിറങ്ങി വെള്ളം കുടിക്കലും കുളിക്കലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഒരാൾ മാത്രം ദൂരെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഗ്രൂപ്പ് ലീഡർ ആ ആനയായിരിക്കും. അങ്ങനെ ആനക്കൂട്ടത്തെയൊക്കെ കണ്ട് സഫാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് വീണ്ടും റോഡിൻ്റെ സൈഡിൽ ആനയുണ്ട്. ഈ ആന കുറച്ച് പ്രശ്നക്കാരിയാണ്. കാര്യം ഇതിലെ പോയ എല്ലാ വണ്ടികളും ഓടിച്ചു വിടുന്നൊരു സ്വഭാവം ഈ ആനയ്ക്കുണ്ട്. നമ്മുടെ വണ്ടിയുടെ നേരെയും ചെറുതായിട്ടൊന്ന് ചാർജ് ചെയ്തു വന്നു. ബാക്കിയുള്ള ആനകളെല്ലാം റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്യുന്ന തിരക്കിലായതുകൊണ്ടാണ് ഈ ആന ഇത്ര അലർട്ടായിട്ട് നിൽക്കുന്നത്. വണ്ടികൾ വരുന്നത് കുഞ്ഞുങ്ങൾക്ക് അപകടമാണ് എന്ന് വിചാരിച്ച് തന്നെയാണ് ഇവരെല്ലാം നമ്മളുടെ നേരെ ചാർജ് ചെയ്ത് വരുന്നത്. റോഡിൻ്റെ ഇപ്പുറത്തുള്ള 1-2 ആനകളും കൂടി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഈ ആന റോഡ് ക്രോസ് ചെയ്യുന്ന ആ വഴിയെ വേണം നമുക്ക് തിരിച്ചു പോകാൻ. അതുകൊണ്ട് ഇവർ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവരും വന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വണ്ടി എടുത്ത് പോകുന്നത്. ഇത് ബുൾബുൾ വർഗത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്, ഹിമാലയൻ ബുൾബുൾ. നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരാളാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇരട്ടത്തിലച്ചി ബുൾബുളിനെ പോലെയൊക്കെ തന്നെ ഇരിക്കും. വലിപ്പമാണെങ്കിലും അത്രയും തന്നെ ഉള്ളൂ. കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്ന ഇന്ത്യൻ പിട്ടയാണ്. ഇവരുടെ നെസ്റ്റിംഗ് സീസണാണ്. കേരളത്തിൽ നിന്ന് ഇവർ മൈഗ്രേറ്റ് ചെയ്തിട്ട് നോർത്ത് ഇന്ത്യൻ കാടുകളിലേക്കാണ് പോകുന്നത്. ഈ റൂട്ടിൽ നമ്മൾ രാംഗംഗ റിവറിൻ്റെ പല കൈവഴികളും ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഒരു പാലത്തിൻ്റെ സൈഡിൽ നിന്ന് പെട്ടെന്നാണ് ഒരു ടൈഗറിൻ്റെ സൈറ്റിങ് കിട്ടിയത്. ടൈഗർ റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്നു.
ആദ്യത്തെ വണ്ടി വന്നപ്പോൾ അത് മേളിലേക്ക് കയറി. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം മേളിലേക്ക് പൂർണ്ണമായിട്ട് കയറി. റൂമിൻ്റെ അടുത്തെത്താറായപ്പോഴാണ് മയിലിൻ്റെ പീലി വിരിച്ചുള്ള ഒരു ചെറിയ നൃത്തം കണ്ടത്. നമ്മൾ മോർണിംഗിന് സഫാരി പോകാൻ ഇറങ്ങുമ്പോൾ തന്നെ മുറ്റത്തെ മരത്തിൽ നിറച്ച് ലങ്കൂറാണ്, ഗ്രേ ലങ്കൂർ. ഇവൻ്റെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിലെ ലങ്കൂറിൽ നിന്നും വ്യത്യസ്തരാണ് ഇവർ. ഫ്രണ്ടിലെ പുഴയിലാണെങ്കിൽ ഒരു ചീങ്കണ്ണി നീന്തി നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള ഒരാൾ തന്നെയാണ്. തലേദിവസം കടുവയെ കണ്ട സ്ഥലം എത്തിയപ്പോൾ വണ്ടി 2-3 സ്ലോ ചെയ്ത് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ വീണ്ടും ഒരു ബ്ലൂ വിസിലിംഗ് ത്രഷിനെ കണ്ടത്. നമ്മുടെ ചൂളക്കാക്കെ പോലെ തന്നെ ഇവന്മാരുടെയും ഫോട്ടോ എടുക്കാൻ ഇത്തിരി പാടാണ്. റിവറിൻ്റെ ഭാഗങ്ങളിലുള്ള വഴികളെല്ലാം മഴക്കാലം ആകുമ്പോഴത്തേക്ക് മുഴുവൻ കല്ല് വന്ന് നിറയും. പിന്നീട് പാർക്ക് തുറക്കുന്നതിൻ്റെ 1 മാസം മുന്നേ തൊട്ട് ഇവിടുത്തെ റോഡിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സഫാരി റൂട്ടിൽ വരുമ്പോഴാണ് ഈ അപൂർവമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത്. നിലത്ത് വന്ന് റോഡിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ഒരു പരുന്ത്. ചേഞ്ചബിൾ ഹോക്കികളാണ്. ചെളി കലർന്ന വെള്ളം ആയതുകൊണ്ട് വെള്ളം കുടിച്ചിട്ട് ചുണ്ടിൽ നിന്ന് ചെളിയൊക്കെ കുടഞ്ഞു കളഞ്ഞുള്ള നിപ്പാണ്. രാവിലത്തെ വെയിലിൽ വാനരപ്പട റോഡിൽ കിടന്നാണ് അഭ്യാസ പ്രകടനങ്ങൾ. ചെറുപ്പക്കാരാണ് കുസൃതി കുട്ടന്മാർ. കുരങ്ങന്മാർക്കാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താണെന്നുള്ള ചോദ്യം ചോദിച്ചാണ്ടാണ് ഈ ബ്ലൂ ടൈൽഡ് ബീറ്ററിൻ്റെ ഒരു കൂട്ടം ഞങ്ങളുടെ വഴി തടഞ്ഞത്. ഇവന്മാർ മഡ് ബാത്ത് ചെയ്യുന്ന സമയമാണ്. റോഡിലെ പൊടിമണ്ണിൽ ഇളം വെയിലിൽ മൺകുളി, അതാണ് ഇവന്മാരുടെ മഡ് ബാത്ത്. ഈ കാഴ്ചയൊക്കെ അപൂർവമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കി നിന്നുപോയി. ഇവന്മാർ വളരെ സൗമ്യന്മാരായിട്ടാണ് ഇങ്ങനെ നിന്ന് കുളിക്കുന്നത്. ഓപ്പോസിറ്റ് വന്ന വണ്ടിയിൽ നിന്നും ടൈഗറിൻ്റെ സൈറ്റിംഗ് കിട്ടിയിട്ടുള്ള ന്യൂസ് കേട്ടിട്ട് നമ്മൾ ആ സൈറ്റിംഗ് കിട്ടിയ ഭാഗത്തേക്ക് ചെന്നതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് സഫാരിക്കുള്ള എല്ലാ വണ്ടികളും ഇവിടെ ക്യൂ ആയിട്ട് കാത്തിരിക്കുകയാണ്. ഈ സൈഡിൽ ടൈഗർ കിടപ്പുണ്ട്. കുറച്ച് നേരം തപ്പിക്കഴിഞ്ഞപ്പോൾ കുറ്റിക്കാട്ടിൻ്റെ ഇടയിൽ മഞ്ഞയും കറുപ്പും വെള്ളയും കളറ് കണ്ടു. ഇനി കുറച്ചു നേരം കാത്തിരിപ്പിൻ്റെ സമയമാണ്. കിടന്നുറങ്ങുന്ന കടുവ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് പുറത്തിറങ്ങി വരണം. ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. ആഗ്രഹം പോലെ തന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവിച്ചു. കടുവ ഉറക്കമൊക്കെ കഴിഞ്ഞ് മെല്ലെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നതാ കല്ലിൽ കയറി നിന്ന് എല്ലാവരെയും ഒന്ന് നോക്കി. അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എല്ലാവർക്കും എടുക്കാനുള്ള അവസരം കടുവ തന്നു. ഇവളാണ് പാഹർവാലി. ഇവളുടെ മോനെയാണ് നമ്മൾ ഇതിന് മുന്നത്തെ സഫാരിയിൽ തോടിൻ്റെ സൈഡിൽ കണ്ടത്. അങ്ങനെ പുൽമേട്ടിലേക്ക് ഇറങ്ങി വന്ന് ക്രോസ് ചെയ്യാനുള്ള ഭാവമാണ്. ചുറ്റും വണ്ടി കിടക്കുന്നതുകൊണ്ട് അവൾ ചെറുതായിട്ടൊന്ന് ശങ്കിച്ചിങ്ങനെ നിൽക്കുകയാണ്. അവിടെ വണ്ടികളായതുകൊണ്ട് അവൾ അവിടെ നിന്ന് മെല്ലെ എഴുന്നേറ്റ് നടന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണ്. ഇനി ക്രോസ് ചെയ്യുമോ അതോ അവിടെ വീണ്ടും കിടക്കുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങേ സൈഡിൽ പുല്ലിൻ്റെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് പിന്നെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. ക്രോസ് ചെയ്യാതെ ഈ സൈഡിൽ തന്നെ വെയിറ്റ് ചെയ്താൽ നമുക്ക് കുറച്ച് നേരം കൂടെ കാണാം. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹം പോലെ മുന്നോട്ട് നടന്നു വന്ന് കുറച്ച് നേരം അവിടെ നോക്കിയൊക്കെ നിന്നിട്ട് ആ സൈഡിൽ മെല്ലെ അങ്ങ് റെസ്റ്റ് എടുക്കാനുള്ള കിടപ്പാണ്. ക്യാമറ ആയിട്ട് വന്ന എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോയും വീഡിയോ എടുക്കാനുള്ള അവസരം നമ്മുടെ പാഹർവാലി കടുവ നമുക്ക് തന്നു. ഇനിയിപ്പോൾ ഇവൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി ഇവിടെ നിൽക്കുക തന്നെ. ഏകദേശം 3/4 മണിക്കൂറാണ് ഇവൾ നമുക്കിങ്ങനെ ദർശനം തന്ന് ഈ ഭാഗത്ത് തന്നെ കിടന്നത്. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് കൈയും മുഖമൊക്കെ നക്കി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ എല്ലാ സൈഡിലേക്കും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇടയ്ക്ക് കിടന്നുറങ്ങും, കണ്ണു തുറന്നു നോക്കും. ഒരുപക്ഷെ ഇവളുടെ മക്കൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ കാണും. നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദത്തിൽ ഇവർ ചിലപ്പോൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. കുറച്ച് നേരം നേരെയൊക്കെ കിടന്നിട്ട് പിന്നെ നല്ല സുഖനിദ്രയിലേക്ക് മാറുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് രക്ഷയൊന്നുമില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് മെല്ലെ ഉറക്കം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുന്നത്. ബാക്കിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് മിക്കവാറും കുഞ്ഞുങ്ങളെ വിളിക്കാനുള്ള നോട്ടം തന്നെയായിരിക്കും. അവർ ഈ കാടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. നമ്മളുടെ കണ്ണുകൊണ്ട് അവരെ ചിലപ്പോൾ കാണാൻ പറ്റില്ല. പക്ഷെ അവർ നമ്മളെ നമ്മുടെ വണ്ടികളും എല്ലാം കൃത്യമായിട്ട് കാണുന്നുമുണ്ടാവും. വന്ന വണ്ടിയിലെല്ലാവരും കടുവയെ കണ്ട സന്തോഷത്തിൽ ഈ വഴിയിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ കടുവയ്ക്ക് ഇനി പോകണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകണം. ഇത്രയും വണ്ടികളും ആളുകളും ഇവിടെ നിൽക്കുന്നതിനേക്കാളും അവളുടെ മുന്നിൽ കൂടെ പറക്കുന്ന ഈച്ചയാണ് അവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. കുറേ നേരം അവളെ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞിട്ട് അവളൊരു യാൺ ചെയ്തപ്പോഴാണ് നമുക്കൊരു കാര്യം വ്യക്തമായത്. ഇവളുടെ ഒരു പല്ല് ഒടിഞ്ഞിട്ടുണ്ട്. അത് സ്ലോ മോഷനിൽ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കടുവയുടെ ഇടതുവശത്തെ മേളത്തെ കോമ്പല്ല് അറ്റ ഒടിഞ്ഞിട്ട് നീളം കുറഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു മൃഗത്തെ അറ്റാക്ക് ചെയ്തപ്പോൾ വല്ലതും സംഭവിച്ച ഒരു പ്രശ്നമായിരിക്കും അത്. ആ പല്ലിന് മാത്രം നീളം ഇത്തിരി കുറവാണ്. ബാക്കി പല്ലെല്ലാം പെർഫെക്റ്റാണ്. കടുവയെ കണ്ടത് മതി എന്ന് പറഞ്ഞ് മഴ ഒരൊറ്റ പെയ്ത്തായിരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടിയിലുണ്ടായിരുന്ന പടുത്തെല്ലാം കൂടെ വലിച്ചു കെട്ടി കുടയുണ്ടായിരുന്ന ഒരു കുടയും ചൂടി വണ്ടിയിലിരിപ്പാണ്.
അപ്പോൾ ഇനി മഴയത്ത് കടുവയുടെ റോഡ് ക്രോസിംഗ് ഒക്കെ പ്രതീക്ഷിച്ചാണ് എല്ലാവരുടെയും ഇരിപ്പ്. പക്ഷെ കടുവയാണെങ്കിൽ ഒരനക്കവും ഇല്ല. കുറച്ച് നേരം അങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് റോഡിലേക്കല്ല, നേരെ കാട്ടിലേക്കാണ് നടന്നു കയറിയത്. പിന്നെ മഴയാണെങ്കിൽ കുറച്ചുകൂടെ ശക്തമാകാനും തുടങ്ങി. മഴയത്ത് ഷൂട്ടിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ക്യാമറയൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെയാണ് വെച്ചിരുന്നത്. മഴ മാറിയിട്ട് അല്ലെങ്കിൽ മഴയത്താണെങ്കിലും കടുവയൊന്ന് പുറത്തേക്ക് വന്നിരുന്നെങ്കിൽ നല്ല വിഷ്വൽസ് കിട്ടിയാണ്. പക്ഷേ കടുവ വന്നുമില്ല, മഴ കുറഞ്ഞുമില്ല. സഫാരിയുടെ സമയമാണെങ്കിൽ ഏകദേശം കഴിയുകയും ചെയ്തു. അപ്പം പിന്നെ നേരെ ഇനി ദിക്കാലയിലേക്ക് പോകാനേ മാർഗമുള്ളൂ. അങ്ങനെ മഴ പെയ്ത് കിടക്കുന്ന കാട്ടുവഴിയിലൂടെ മരങ്ങൾക്കിടയിലൂടെ നമ്മൾ നേരെ ദിക്കാലയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. മഴ നനഞ്ഞ് ഒരു മരക്കൊമ്പിലിരിക്കുന്ന കുറേ കിളികൾ. പ്ലം ഹെഡഡ് പാരക്കീറ്റും ബ്ലൂ ടൈൽഡ് ബീറ്ററും എല്ലാവരും ഒരു മരത്തിൽ മഴ നനഞ്ഞ് ഇങ്ങനെ തണുത്തിരിക്കുകയാണ്. മഴയത്ത് തന്നെയാണ് നമ്മൾ ദിക്കാലയിലെത്തുന്നത്. ഇന്നലത്തെ പോലെയല്ല, ഇന്നെല്ലാ വണ്ടികളും പടുതയൊക്കെ കെട്ടിയാണ് കിടക്കുന്നത്. നമ്മുടെ ദിക്കാലയുടെ ക്യാമ്പസിൽ ഏറ്റവും കൂടുതലുള്ളൊരു പൂവാണ് കേട്ടോ ഇത്. നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ സഫാരി കഴിഞ്ഞ് വന്നപ്പോഴേ ദിക്കാലയിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. മഴ ഉണ്ടായിരുന്നതുകൊണ്ട് മഴ മാറി ഇപ്പോൾ മഞ്ഞൊക്കെ പൊങ്ങുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ആനിമൽസും ബേഡ്സും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആനിമൽസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഇന്നലെ കണ്ട പോലെ സ്പോട്ടഡ് ഡിയറാണ് ഈ ഗ്രാസ് ലാൻഡിൽ ഫുള്ളുള്ളത്. പിന്നെ ചെറിയ ചെറിയ ബേഡ്സൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. മഴ പെയ്തൊന്ന് തോർന്നു കഴിഞ്ഞാൽ ബേഡ്സിൻ്റെയൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് നന്നായിട്ട് കിട്ടും. കുറച്ച് വെയിലും കൂടി ഉണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആവും. ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇവരിങ്ങനെ പാറിപ്പറന്ന് നടക്കും. എവിടെയെങ്കിലും വന്നിരിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. ഇന്ത്യൻ പൈഡ് ഹോൺബില്ലാണ്. നമ്മുടെ കേരളത്തിലടക്കം ഇവരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഹോൺബില്ലാണ്. കോഴിവേഴാമ്പലിൻ്റെ അത്രയും തന്നെ വലിപ്പമേ ഇവർക്കും ഉള്ളൂ. നമ്മളിവിടെ വന്നിട്ട് ഓറിയൻ്റൽ പൈഡ് ഹോൺബില്ലിനെയും ഇന്ത്യൻ പൈഡ് ഹോൺബില്ലിനെയും നമുക്കിവിടെ നിന്ന് കാണാൻ കിട്ടി. മഴ കഴിഞ്ഞപ്പോൾ മാനിൻ്റെ കൂട്ടമൊക്കെ മെല്ലെ പുല്ല് തേടി ഇറങ്ങുകയാണ്. നമ്മൾ നിൽക്കുന്നത് കുറച്ച് മേളിലായതുകൊണ്ട് ഒരു ഏരിയൽ വ്യൂയിലാണ് ഇവരെയൊക്കെ കാണാൻ പറ്റുന്നത്. ദിക്കാലയിലെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. റെസ്റ്റോറൻറ്റിൻ്റെ മുറ്റത്ത് പിപ്പിറ്റുകൾ പുല്ലിനകത്തൂടെ തീറ്റ തേടി നടക്കുന്നുണ്ട്. ഈ ശബ്ദം ഉണ്ടാക്കി കരയുന്നവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. റസ്റ്റി ചീക്ഡ് സ്മിറ്റ്ലർ ബാബ്ലർ. നമ്മുടെ കരിയിലക്കുരുവിയുടെ ബാബ്ലർ ഫാമിലിയിൽ പെടുന്നവരാണ് ഇവർ. ഇതാണ് റോസി മിനിവെറ്റ്. ഓറഞ്ച് മിനിവെറ്റിൻ്റെ അത്രയും തന്നെ വലിപ്പമേ ഉള്ളൂ. ക്രിംസൺ സൺബേർഡാണ്. നിന്ന നിപ്പിന് പറന്നുപോയി. ഒരു സ്പോട്ടഡ് ഡവ് എൻ്റെ ഫോട്ടോ എടുക്കുന്നില്ലെന്നും ചോദിച്ച് ഒരു ഉണങ്ങിയ മരത്തിൻ്റെ മുകളിൽ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കിതാ ഡോളർ ബേർഡിനെയും കിട്ടി. ഇവരുടെ ചുണ്ടിൻ്റെ കളറാണ് ഏറ്റവും അട്രാക്റ്റീവ്. നല്ല ചുമപ്പ് കളർ. ആനക്കൂട്ടം ഇവിടെ നിന്ന് സ്ഥിരമാണ്. ദാ രണ്ടറ്റത്ത് നിൽക്കുന്നത് രണ്ട് ചെറിയ കൊമ്പന്മാരാണ്. വലിയൊരു കൂട്ടം കുറച്ച് മാറിയിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിലാണെങ്കിൽ ഒരു കൊമ്പനേ ഉള്ളൂ. ഇപ്പം നിൽക്കുന്ന ഈ 4-5 ആനകൾ കുങ്കിയാനകളാണ്. അവരുടെ അങ്ങേക്കരയിൽ ദൂരത്ത് നിൽക്കുന്നതാണെങ്കിൽ കാട്ടാനകൾ. ഇവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന കുരങ്ങന്മാർ, റൂസസ് മക്കാക്ക്. ഏറ്റവും കൂടുതൽ പരീക്ഷണാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വർഗം കൂടിയാണ് ഇവർ. ഇവർ പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻസ് ആണ്. മഴയൊക്കെ പെയ്തു മാറിയ സന്തോഷത്തിൽ മരത്തിൽ നിന്ന് ചാടിക്കളിച്ചുകൊണ്ട് ഇവന്മാരെ കുറച്ചധികം നേരം നോക്കി നിന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ സഫാരി തുടങ്ങാനുള്ള സമയമായി. അങ്ങനെ നമ്മുടെ ആഫ്റ്റർനൂൺ സഫാരി തുടങ്ങുകയാണ്. ഇവിടെ സഫാരി ചെയ്തിട്ട് ഏറ്റവും കുറവ് കണ്ടിരിക്കുന്ന ജീവിയാണ് സാമ്പാർ ഡിയർ. വളരെ കുറച്ചെണ്ണത്തിനെയാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അതെല്ലാം നല്ല ഡിസ്റ്റൻസിലുമായിരുന്നു. പുഴയിൽ വെള്ളത്തിലിറങ്ങി നിൽക്കുന്ന ഇവന് ചെറിയ എന്തോ പരിക്കുണ്ട്. ആ പരിക്കിൽ ഒരു മൈന വന്ന് കൊത്തുന്നത് അവനെ വല്ലാണ്ട് ശല്യം ചെയ്യുന്നുണ്ട്. മൈന വരുമ്പോൾ തന്നെ അതിനെ ഓടിക്കാനുള്ള തത്രപ്പാടാണ് അവൻ കാണിക്കുന്നത്. ഒരു ചേഞ്ചബിൾ ഹോക്കി ഈഗിളിൻ്റെ നെസ്റ്റാണ്. മുട്ടയിടാനുള്ള തയ്യാറെടുപ്പുകളാണെന്ന് തോന്നുന്നു. രാവിലെ പെയ്ത മഴയിൽ പുഴയിലെ വെള്ളത്തിൻ്റെ അളവ് കൂടിയതുകൊണ്ട് രാവിലെ ടൈഗറിനെ കണ്ട ഭാഗത്തേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേറൊരു റൂട്ട് പിടിച്ചിട്ട് ഒരു ഗ്രാസ് ലാൻഡിലേക്കാണ് പോകുന്നത്. ദിക്കാലയിൽ സഫാരിക്ക് വന്നിട്ട് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു കാടിൻ്റെ ഭാഗം. രാവിലെ മഴയും കൂടെ പെയ്തുകൊണ്ട് പൊടിയുടെ ശല്യവും ഇല്ല, മാത്രമല്ല നല്ല തണുപ്പുമുണ്ട്. ഈ ഭാഗത്തും ആനയും മറ്റു മൃഗങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ സൈറ്റിങ്സ് വളരെ കുറവാണ്. ഇവരെയാണ് പിന്നെ നമുക്ക് കിട്ടിയത്. നമ്മൾ മുമ്പ് കണ്ട റെഡ് ജംഗിൾ ഫോൾ തന്നെ. റോഡിൻ്റെ സൈഡിൽ ചിക്കിച്ചതഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ ഇര തേടി നടക്കുകയാണ് ഇവർ. അങ്ങനെ ആ കാട് പിന്നിട്ട് നമ്മൾ ഗ്രാസ് ലാൻഡിലെത്തി. ഒരുപാട് ദൂരം കാണാൻ പറ്റുന്ന നല്ല തുറന്ന് കിടക്കുന്ന ഒരു പ്രദേശം. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളക്കെട്ടാവും.
കുറച്ച് മാറിയിട്ടുള്ള കാലഘട്ട് ഡാമിൻ്റെ രാംഗംഗ റിസർവോയറിൻ്റെ ഭാഗമാണ് ഈ കാണുന്ന പ്രദേശം മുഴുവൻ. അങ്ങ് ദൂരെയുള്ള മലയിൽ വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം വരുമെന്ന് കാണാൻ പറ്റും. ഇതൊരു പൈഡ് ബുഷാറ്റിൻ്റെ മെയിലാണ്. ഇത്രയും വൈറ്റ് കളർ വിസിബിളായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. വെള്ളത്തിനോട് ചേർന്നുള്ള ചതുപ്പ് പ്രദേശങ്ങളിലാണല്ലോ ഈ തിത്തിരിയൊക്കെ സാധാരണ കാണാറ്. റിസർവോയറിൻ്റെ അവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ സൈഡിലുള്ള ഒരു നെല്ലിമരത്തിലെ കാഴ്ച ഇതാണ്. തൂക്കണാക്കുരുവികൾ കൂട് കൂട്ടുന്ന സമയമാണ്. ഇവരിൽ ആൺകുരുവികളാണ് കൂടുണ്ടാക്കുന്നത്. 3-4 കൂട് ഒരു സമയം ഉണ്ടാക്കിയിട്ട് പെൺകുരുവി വന്ന് ഏത് കൂടാണോ ഇഷ്ടപ്പെടുന്നത് ആ കൂട്ടിൽ കയറും. ഇവർ പെൺകുരുവി ഒരു കൂട്ടിലും കയറിയില്ലെങ്കിൽ പിന്നെ ഈ കൂടെല്ലാം ഉപേക്ഷിച്ച് അടുത്ത കൂടിൻ്റെ പണി തുടങ്ങും. അങ്ങനെയാണ് ഇവർ ഇണ ചേർന്ന് മുട്ടയിട്ട് പിന്നെ അടുത്ത തലമുറ ഉണ്ടാകുന്നത്. ഒരാൺകുരുവി 3-4 കൂടുകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം കൂടുകൾ ഒന്നിച്ച് നമുക്കൊരു മരത്തിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന 2 നെല്ലിമരത്തിൽ ഇവരുടെ കൂടുകളാണ് നിറയെ ഉണ്ടായിരുന്നത്. അങ്ങനെ സഫാരിയുടെ സമയം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്താനാകുമ്പോഴാണ് വീണ്ടും ഒരു കാലിച്ച് ഫെസൻറ്റിനെ കണ്ടത്. ഇവൻ്റെ മുഖത്തെ ചുമപ്പ് കൊണ്ട് തന്നെയാണ് ഇത്രയും സൗന്ദര്യം നമുക്ക് തോന്നുന്നത്. കാലിച്ച് ഫെസൻറ്റിനെ കണ്ടിട്ട് മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു മലമുഴക്കി വേഴാമ്പലിനെയും കൂടെ കണ്ടു. അപ്പോൾ ഇവിടെയുള്ള 3 തരം വേഴാമ്പലിനെ നമ്മൾ പല സമയത്തായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ യാത്രയുടെ അവസാനത്തെ സഫാരിക്കുള്ള തയ്യാറെടുപ്പാണ്. ആനന്ദ് സാറും വിഷ്ണുവും ഷിബു സാറും ജോൺസണുമാണ് ഈ വണ്ടിയിലുള്ളത്. പിന്നെ ട്രിപ്പിംഗ് വൈബ്സ് അരുൺ ബ്രോ, രാകേഷ് സാറും ജോസ് സാറും, ഞങ്ങൾ 4 പേരാണ് ഈ വണ്ടിയിൽ. കടുവയെ നമുക്ക് കിട്ടിയതുകൊണ്ട് ഇനി നമ്മൾ കാണാത്ത കുറച്ച് ബേഡ്സിനെ കാണണം എന്ന് ഡ്രൈവറോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിനെ തപ്പിയെടുത്തത്. റെഡ് ചെസ്റ്റഡ് പാരക്കീറ്റ്, നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത തരം ഒരു തത്തയാണ്. രാവിലെ നല്ല ഗോൾഡൻ ലൈറ്റിൽ മരത്തിൻ്റെ മുകളിൽ നല്ല ഫ്രെയിമിലിരിക്കുന്ന കുരങ്ങുകളെ കണ്ടു. ഗ്രേലങ്കൂർ അമ്മയും കുഞ്ഞും. വെള്ളം പൊങ്ങിയിട്ട് ഇന്നലെ ക്ലോസ് ചെയ്ത സഫാരി റൂട്ട് ഇന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ടൈഗറിനെ കണ്ട സ്ഥലത്തേക്ക് ഇന്നും പോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്ത് പോകാമെന്നുള്ള കണ്ടീഷനിലാണ് പിന്നെ നമ്മൾ യാത്ര ചെയ്തത്. മരക്കൊമ്പിൽ വന്നിരുന്നിട്ട് പഴുത്ത എന്തോ പഴങ്ങൾ കൊത്തി തിന്നുന്ന തത്തകളാണ്. പ്ലം ഹെഡഡ് പാരക്കീറ്റും ഉണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ ഒരാൾ റെഡ് ചെസ്റ്റഡ് പാരക്കീറ്റും ഉണ്ട്. പ്ലം ഹെഡഡ് പാരക്കീറ്റിനേക്കാളിലും റോസ്റ്റിംഗ് പാരക്കീറ്റിനേക്കാളിലും കുറച്ചും കൂടെ വലിപ്പം കൂടിയവരാണ് ഈ റെഡ് ചെസ്റ്റഡ് പാരക്കീറ്റുകൾ. പിന്നെ റെഡ് ജംഗിൾ ഫോളിനെ നമ്മൾ എവിടെ കണ്ടാലും വിടാറില്ല. അത്രയും ഭംഗിയുള്ള ഒരു കോഴിയാണ്. ഗ്രാസ്ലാൻഡ് വാലി എന്ന് പറയുന്ന ടൈഗ്രസിൻ്റെ സൈറ്റിങ് ദിക്കാലയുടെ ക്യാമ്പസിൻ്റെ അടുത്ത് തന്നെ കിട്ടിയെന്ന് അറിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് പെട്ടെന്ന് റോഡിൽ ടൈഗർ ക്രോസ് ചെയ്തത്. നമ്മുടെ ഫ്രണ്ടിൽ വണ്ടികൾ ഉണ്ടായിരുന്നുകൊണ്ടും വണ്ടികളിലുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്നുകൊണ്ടും കടുവയെ അവസാന ഭാഗത്താണ് ഒന്ന് ഫോക്കസ് ആയി കിട്ടിയത്. ഇത് ഗ്രാസ്ലാൻഡ് വാലി ഫീമെയിലാണ്. ഇവളുടെ ടെറിട്ടറി ഈ ഭാഗത്താണ്. ഈ ടൈഗറിനാണെങ്കിൽ ചെറിയ 2 കുട്ടികളുണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് പോകാനുള്ള സാധ്യത കണക്കാക്കിയിട്ട് നമ്മളിങ്ങനെ ഒരു റോഡിൻ്റെ 2 വശത്തായിട്ട് നിൽക്കുകയാണ്. ഒന്നുകിൽ ഈ റോഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള റോഡിലൂടെ ടൈഗർ ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ക്ഷമയോടെ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കുറച്ച് നേരം അവിടെ നിന്നിട്ട് ടൈഗറിനെ കാണാത്തതുകൊണ്ട് നമ്മൾ വേറെ ഒരു വരാൻ സാധ്യതയുള്ള ഏരിയയിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനൊരു ആനക്കൂട്ടത്തിനെ കണ്ടത്. 2 ആനകൾ ചേർന്ന് കുഞ്ഞിനെ പിടിച്ചു വെച്ച് നിർത്തി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയാണെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. കുറച്ചു നേരം ആനയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഗ്രാസ്ലാൻഡ് വഴി ദിക്കാലയിലേക്കാണ് വന്നത്. ഗ്രാസ്ലാൻഡിൽ പുല്ലിൻ്റെ ഇടയ്ക്ക് പുള്ളിമാനങ്ങൾ ഒരുപാടുണ്ട്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും കടുവയുണ്ടെങ്കിൽ ഇവർ അലാം കോൾ തരേണ്ടതാണ്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആനിമൽസ് ഉണ്ടെങ്കിൽ നമുക്കതിനെ സ്പോട്ട് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ നമ്മുടെ ഈ കോർബറ്റ് യാത്രയിൽ അവസാനത്തെ സഫാരിയുടെ സമയവും കഴിഞ്ഞു. ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ തന്നെ ഇഷ്ടം പോലെ കാഴ്ചകളാണ്. കാട്ടാനയുടെ കൂട്ടവും പുള്ളിമാൻ്റെ കൂട്ടവും അതുപോലെ ഒരുപാട് ടൈപ്പ് ബേഡ്സും ഒക്കെ ആയിട്ട് ക്യാമറയായിട്ട് ഇവിടെ ഇറങ്ങി നിന്നാൽ സത്യം പറഞ്ഞ സമയം പോകുന്നത് അറിയത്തില്ല. അപ്പോൾ കോർബറ്റ് ടൈഗർ റിസർവിലെ കാഴ്ചയും കഥകളും ഒക്കെ ഇവിടെ തീരുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.